ഓക്കെ അരുൺ, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ നിലമ്പൂരിലേക്ക് നമുക്കൊന്ന് പോകാം. എല്ലാ കാലത്തും അവരുടെ പ്രചരണം ആരംഭിക്കുന്നത് പോത്തുകൽ പഞ്ചായത്തിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം വി വി പ്രകാശിന്റെ പര്യടനം ആരംഭിച്ചത് പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയിൽ വെച്ചായിരുന്നു. ആ കവളപ്പാറ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ട പിണറായി വിജയന്റെ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ കവളപ്പാറയിൽ നിന്ന് ആരംഭിച്ചത്. ഈ വർഷം ഞങ്ങൾ മുണ്ടേരി നിന്ന് ആരംഭിക്കാൻ കാരണം ഈ മുണ്ടേരിയിലാണ്. നിലമ്പൂർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ആദിവാസി കോളനികളും സെറ്റിൽമെൻറ്റും ഏറെയുള്ള ഒരു ഏരിയയാണ്. ഇവിടെ കഴിഞ്ഞ 2018 പ്രളയത്തിൽ സർവവും നഷ്ടപ്പെട്ട വനത്തിനകത്ത് താമസിക്കുന്ന കോളനി വാസികളായിട്ടുള്ള ആളുകളുണ്ട്, ആദിവാസികളുണ്ട്. അവർക്ക് ഇപ്പോഴും പുനരധിവാസം ഒന്നും ആയിട്ടില്ല. വനാവകാശ നിയമത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ആ പുനരധിവാസം നീട്ടിക്കൊണ്ടുപോവുകയാണ്. നൂറുകണക്കിന് കുടുംബങ്ങൾ, പാവപ്പെട്ട ആദിവാസികൾ ഇപ്പോഴും കുരയില്ലാതെ, വീടില്ലാതെ അവർ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ കീഴിൽ കഴിയുകയാണ്. പലപ്പോഴും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് അവരൊക്കെ മരത്തിൻ്റെ മുകളിൽ ഏറുമാടം കെട്ടി താമസിക്കുന്ന വളരെ ദുരിതകരമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇത് ഈ പുഴ കടന്ന് വാണിയമ്പുഴ കോളനിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. വാണിയമ്പുഴ കോളനിയുണ്ട്, തരിപ്പപ്പൊട്ടിയുണ്ട്, അങ്ങനെ ഒരുപാട് കോളനികൾ ഈ പ്രദേശത്ത് നിൽക്കുകയാണ്. ഇവിടെ അപ്പുംകാപ്പ് ഉൾപ്പെടെയുള്ള കോളനികളുണ്ട്. ആദിവാസികൾ വലിയ ദുരിതവും ദുരന്തവും അനുഭവിക്കുന്ന ഒരു ഏരിയയാണ്. ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം മുണ്ടേരിയിലാണെങ്കിലും ഈ മുണ്ടേരിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ മുഴുവൻ ആദിവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മുണ്ടേരിയിൽ വെച്ച് ഞങ്ങളുടെ ഈ പര്യടനം ആരംഭിക്കുന്നത്. സ്ഥാനാർത്ഥി അല്പനിമിഷത്തിനുള്ളിൽ എത്തിച്ചേരും. ഈ ആദിവാസികളൊക്കെ തന്നെ, ആദിവാസി മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ പരാതിയൊക്കെ പറയാനായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പ്രതീകാത്മകമായി പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ട പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പ് മാറണം. പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ മൃതശരീരം ഒഴുകി വന്നതൊക്കെ ഈ ചാലിയാർ പുഴയിലാണ്. ഈ മുണ്ടേരിയുടെ ഈ പ്രാന്തപ്രദേശങ്ങളിലാണ് പാവപ്പെട്ട വയനാടൻ ജനതയുടെ മൃതദേഹങ്ങളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങേയറ്റം കേരളത്തെ കണ്ണീര് കുടിപ്പിച്ച പ്രളയ ദുരിതത്തിൻ്റെ ഏറ്റവും വലിയ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇരയായി മാറിയിട്ടുള്ളൊരു പ്രദേശമാണ് മുണ്ടേരി. അവിടെ മനുഷ്യ സഹജമായി ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു ദുരിതാശ്വാസ പ്രവർത്തനവും പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നടത്തിയിട്ടില്ല. ആ പരാജയമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയം. അതാണ് മനുഷ്യൻ്റെ ദുരിതം. ആ ദുരിതത്തിന് ആശ്വാസം പകരേണ്ടുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക്, ഫണ്ടിലേക്ക് കോടികൾ പിരിച്ചിട്ട് ആ പണം ചെലവഴിക്കാതെ കോഴി മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നത് പോലെ ദുരിതാശ്വാസ ഫണ്ടിന് മുകളിൽ അടയിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പ് മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ആദ്യമേ ആണയിട്ട് പറയുന്നല്ലോ, ഞങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾക്ക് ആ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറിയല്ലോ. ഇന്നലെ ഞങ്ങൾ മുത്തം കൊടുത്തു, ഞങ്ങൾ നല്ല ട്രെൻഡാണ്, നല്ല ഓളാണ്. ഇന്നലെ നിങ്ങൾ അത് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ വാർത്ത പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തിട്ടില്ല. ഇന്നിപ്പോൾ അതിന് ഞങ്ങൾ മറുപടി പറയാണ്. പാണക്കാട് കുടുംബത്തിലെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് തന്നെയാണ്, അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഈ പര്യടനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് എതിരാളികൾ ഇവിടെ ആരുമില്ല. എതിരാളികളില്ലാത്ത ഏകപക്ഷീയമായ ഒരു പോരാട്ടമാണ്. നിങ്ങൾ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള പല വാർത്തകളാണ്, അടിസ്ഥാനമില്ലാത്ത അവാസ്തവമായ വാർത്തകൾ മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് എതിർപ്പായിട്ടുള്ളത്. അതുകൊണ്ട് ആ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ ആവേശകരമായി ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഏകപക്ഷീയമായ മത്സരത്തിൽ വലിയ മുന്നേറ്റത്തിൽ വിജയിക്കുന്ന സാഹചര്യമാണ് ഇവിടെ. വി വി പ്രകാശിന്റെ വീട്ടിൽ ഉൾപ്പെടെ പോയി. അപ്പോൾ ആ സമയത്ത് പറഞ്ഞത് UDFന്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് എത്താത്തത് എന്ന ചോദ്യം അൻവർ ഉന്നയിച്ചിരുന്നു. അതിലെന്താണ് മറുപടി? അല്ല, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് എവിടെയും പോകാലോ. അങ്ങനെ അദ്ദേഹം എല്ലായിടത്തും പോയി. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ആദ്യം പോയത് മുക്കട്ട, അദ്ദേഹത്തിൻ്റെ പിതാവ് അന്തി ഉറങ്ങുന്ന മുക്കട്ട ജുമാ മസ്ജിദിലാണ്. അതിനുശേഷം അദ്ദേഹം പ്രകാശേട്ടൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങളുടെ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. ബാക്കി അദ്ദേഹം വീടുകളിൽ പോകുന്നതും പ്രധാനപ്പെട്ട ആളുകളെ കാണുന്ന പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഇല്ല. അബ്ബാസ് അലി തങ്ങൾ മുൻകൂട്ടി ഏറ്റ പരിപാടികളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി ആദ്യം നിലമ്പൂരിന് പുറത്ത് ആദ്യം അദ്ദേഹം പോയത് പാണക്കാട് തറവാട്ടിലേക്കാണ്. അവിടെ എല്ലാ തങ്ങന്മാരുടെയും അനുഗ്രഹം മേടിച്ചിട്ടാണ്. സാദിഖ് അലി തങ്ങൾ ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി പുറത്തു പോയതാണ്. ബാക്കി എല്ലാ തങ്ങന്മാരും, മൗനപറയിൽ തങ്ങൾ ഇവിടെ വന്നിരുന്നു.
UDYF-ന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നിലമ്പൂരിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. നിങ്ങളാരും വാർത്തയാക്കിയില്ല. അതെ, എല്ലാ തങ്ങന്മാരും ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കും. പാണക്കാട് കുടുംബത്തെ ഈ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു ആശയക്കുഴപ്പമില്ല. ക്ഷണിച്ചിരുന്നു. സാദിഖ് അലി തങ്ങൾ ഇങ്ങനെ അവിടെ ആയതുകൊണ്ടാണ്. മുനവർ അലി തങ്ങൾ മിനിഞ്ഞാന്ന് പരിപാടി പങ്കെടുത്തു. അബ്ബാസ് അലി തങ്ങൾക്ക് ഇന്നലെ എത്തിച്ചേരാൻ കഴിയില്ല. പക്ഷേ പര്യടനത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹമാണെന്ന് അറിയിച്ചിരുന്നു. ഓരോ പരിപാടിയും നമ്മൾ ചാർട്ട് ചെയ്ത് കൃത്യമായിട്ടാണ് പോകുന്നത്. ഇല്ല 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 വാർത്തയായത് നിങ്ങളതിന്റെ സോഴ്സ് അന്വേഷിക്കാതെ, സ്രോതസ് അന്വേഷിക്കാതെ നിങ്ങൾ വാർത്ത കൊടുത്താണ്. മാധ്യമങ്ങളുടെ വാർത്തയിലുപരി ഈ ഒരു UDF-ന്റെ കൺവെൻഷൻ ഇത്രയും പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പിൽ കുടുംബത്തിലാരും കാണാതെ വരുമ്പോൾ ശ്രദ്ധിക്കില്ലേ ആളുകൾ? അല്ല, അതിനകത്തൊരു ആശങ്കയില്ല. സാദിഖ് അലി തങ്ങൾ ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാൻ പോയത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഞങ്ങളുടെ കൺവെൻഷൻ പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം. അത് കൺവെൻഷൻ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള അബ്ബാസ് അലി തങ്ങളാണ്. അതിനകത്ത് ഞങ്ങൾക്കൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരാശങ്കയില്ല, ആർക്കും ആശങ്കയില്ല. അല്ല, ഈ അബ്ബാസ് അലി തങ്ങളെ നേരത്തെ തന്നെ ഇതിന്റെ ഉദ്ഘാടകനായി നിശ്ചയിച്ചതാണോ, അല്ലെ ഇന്നലെയാണോ ഈ ഉദ്ഘാടകനായി നിശ്ചയിച്ചത്? അത് നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തോട്. ഇന്നലെ കൺവെൻഷൻ പങ്കെടുക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പം മുൻകൂട്ടി പരിപാടി അനുസരിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഞങ്ങൾ പരിപാടിയൊക്കെ വളരെ പെട്ടെന്നാണ്. ഇന്നലെ ഈ പര്യടനം പോലും ഞങ്ങൾ ഈ സ്ഥലം പോലും തീരുമാനിക്കുന്നത് വളരെ പെട്ടെന്നാണ്. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇന്നലെ ഇതൊക്കെ പോസ്റ്ററൊക്കെ വളരെ നേരത്തെ അറിയുന്നുണ്ട്. പോസ്റ്ററൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നേരത്തെ വന്നിട്ടുണ്ട്. അബ്ബാസ് അലി തങ്ങളാണ് ഉദ്ഘാടനം. ഇന്നലെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാതെ മറ്റൊരു പരിപാടി പങ്കെടുത്തുകൊണ്ടാണ്. പിന്നെ പങ്കെടുക്കുന്നത് മുനവർ അലി തങ്ങളാണ്. അദ്ദേഹം മിനിഞ്ഞാന്ന് ഇവിടെ നിലമ്പൂരിലുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ഒരു ആശങ്കയില്ല. അവരൊക്കെ ആണയിട്ട് ആവർത്തിച്ച് പറഞ്ഞല്ലോ, അതിനകത്തൊരു വിവാദം ഉണ്ടാക്കേണ്ടുന്ന കാര്യമില്ല. ആ അനുനയ ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു, എല്ലാവരും നടത്തിയിരുന്നു, ഒരുമിച്ചാണ് നടത്തിയത്. അത് നടക്കുന്നുണ്ട്. ആയിക്കോട്ടെ, നടക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും. എല്ലാവരും ഉൾക്കൊണ്ട് എല്ലാവരുടെ വോട്ടും വാങ്ങാൻ എല്ലാ തരത്തിലുള്ള അനുനയം. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറഞ്ഞില്ലല്ലോ. അതില്ല, പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമാണ്. സ്വാഭാവികമായും അദ്ദേഹം ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതെനിക്കറിയാം. UDF-ന്റെ സംസ്ഥാന നേതാക്കളാണല്ലോ, UDF-ന്റെ സംസ്ഥാന നേതാക്കളാണല്ലോ. ഇപ്പൊ ഞങ്ങളുടെ കോർട്ടിലല്ലേ ഈ പന്ത്. എന്നായിക്കോട്ടെ, ഓക്കെ, ശരി. ഇനി ഇതല്ല നമ്മുടെ പര്യടനം തുടങ്ങാനായി. അതുകൊണ്ടാ നിങ്ങൾ ഇന്നെ കുഴിച്ചടിക്കണ്ട. DCC പ്രസിഡന്റ് VS ജോയ് ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും നിലമ്പൂരിൽ നിന്ന് ഉയർന്നു വരുന്ന വിഷയം എന്ന് പറയുന്നത് അൻവറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ അൻവറും